നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് മണ്ണാറശാല മാഹാത്മ്യത്തെക്കുറിച്ചാണ്. കേരള ഭൂമിയുടെ ഉത്ഭവവും അതിനെ സംബന്ധിച്ചുള്ള ചരിത്രവും ഏതുവിധമെങ്കിലും ആയിക്കൊള്ളട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ തീർച്ചപ്പെടുത്തുകയോ ചെയ്യണമെന്ന് ഞാൻ ഇവിടെ വിചാരിക്കണില്ല. എന്നാൽ മണ്ണാറശാല ക്ഷേത്രത്തെ സംബന്ധിച്ച് പഴമ പരിചയമുള്ള വയോവൃദ്ധന്മാരിൽ നിന്ന് കേട്ടിട്ടുള്ള ഐതിഹ്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കണുള്ളൂ. ശ്രീ പരശുരാമൻ പരദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് കേരളത്തിൽ താമസിപ്പിച്ച കാലത്ത് ഇവിടെ സർവത്ര സർപ്പങ്ങളുടെ ഉപദ്രവം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഓരില്ലാത്ത നല്ല വെള്ളം കേരള ഭൂമിയിൽ ഒരിടത്തും കിട്ടുകയില്ലായിരുന്നു. അതിനാൽ ഇവിടെ താമസിക്കുന്ന കാര്യം പ്രയാസമാണെന്ന് തോന്നിയതുകൊണ്ട് ബ്രാഹ്മണരെല്ലാവരും വന്ന വഴിയെ പരദേശങ്ങളിലേക്ക് തന്നെ അങ്ങോട്ട് മടങ്ങിപ്പോയി. അപ്പോൾ പരശുരാമൻ ഏറ്റവും വിഷണ്ണനായി തീർന്നു. പിന്നെ അദ്ദേഹം കൈലാസത്തിൽ ചെന്ന് സർവജ്ഞനും സർപ്പഭൂഷണനും തൻ്റെ ഗുരുനാഥനുമായ ശ്രീ പരമേശ്വരനെ കണ്ട് വിവരങ്ങളൊക്കെ അറിയിച്ചപ്പോൾ ശിഷ്യവത്സലനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പരശുരാമനോട് പറഞ്ഞു, സർപ്പരാജാവായ വാസുകിയെ സേവിച്ച് പ്രസാദിപ്പിച്ചാൽ ഇതിനൊക്കെ സമാധാനമുണ്ടാക്കി തരും എന്നരുളി ചെയ്തു. അതു കേട്ട പരശുരാമൻ വീണ്ടും കേരളത്തിൽ വന്ന് വാസുകിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങട് തപസ് ചെയ്തുകൊണ്ടിരുന്നു. പരശുരാമന്റെ തപസ് അതികഠിനമായതുകൊണ്ട് വാസുകി അജിരേണ സന്തുഷ്ടനായി തീരുകയും പ്രത്യക്ഷമായി പരശുരാമൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്നിട്ട് വാസുകി ശ്രീ പരശുരാമനോട് ചോദിച്ചു, അല്ലയോ മഹാത്മൻ, ഭവാന്റെ അതിഘോരമായ ഈ തപസ്സുകൊണ്ട് ഞാൻ അത്യന്തം പരിതുഷ്ടനായിരിക്കുന്നു. അവിടത്തെ അഭീഷ്ടമെന്തെന്ന് പറഞ്ഞ അതുപ്രകാരം ചെയ്തു തരാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. വാസുകിയുടെ ഈ വാക്കു കേട്ട് പരശുരാമൻ പറഞ്ഞു, അല്ലയോ സർപ്പകുലാധിപതേ, ഈ കേരള ഭൂമിയിൽ ഭവാന്റെ വംശ്യന്മാരും പരിജനങ്ങളും മറ്റുമായ സർപ്പങ്ങളുടെ സാർവത്രികമായ സഞ്ചാരം കൊണ്ടും ഇവിടെയുള്ള വെള്ളമെല്ലാം ലവണരസപൂർണമായിരിക്കുന്നതിനാലും ഈ പ്രദേശത്ത് മനുഷ്യർക്ക് വസിക്കുവാൻ നിവൃത്തിയില്ലാതെ ആയിരിക്കുന്നു. അതിനാൽ ഈ രണ്ട് സംഗതികൾക്കും പരിഹാരമുണ്ടാക്കി ഭവാൻ ഈ ഭൂഭാഗം മനുഷ്യവാസയോഗ്യമാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വാസുകി പറഞ്ഞു, ഭവാന്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ. ഈ കേരള ഭൂമിയിലുള്ള വെള്ളത്തിൽ കലർന്നിരിക്കുന്ന ലവണരസങ്ങളെല്ലാം ഞാൻ ആകർഷിച്ച് സമുദ്രത്തിലും അതോട് ചേർന്നുള്ള ജലാശയങ്ങളിലുമാക്കാം. സർപ്പങ്ങൾ മിക്കവയും ഭവാൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വനപ്രദേശത്ത് വന്ന് മനുഷ്യ ഉപദ്രവം ചെയ്യാതെ താമസിച്ചു കൊള്ളുന്നതിനും അന്യത്ര താമസിക്കുന്നതായാലും ഭൂദ്വാരങ്ങളിൽ ഇരുന്നു കൊള്ളുന്നതിനും ഞാൻ ചട്ടം കെട്ടിക്കോളാം. എന്നാൽ കേരളവാസികൾ അവരുടെ വാസഗൃഹങ്ങളുടെ സമീപത്ത് ഓരോ കാവിൻ കൂട്ടങ്ങളുണ്ടാക്കി അതാത് സ്ഥലങ്ങളിലുള്ള സർപ്പങ്ങളെ ആ കാവുകളിൽ കുടിയിരുത്തുകയും തങ്ങളുടെ കുലദൈവങ്ങളെന്ന് വിചാരിച്ച് അവരെ ആദരിക്കുകയും ആചരിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കേരളത്തിൽ താമസിക്കുന്ന മനുഷ്യരോട് ഭവാനും ആജ്ഞാപിക്കണം. അവരെ ആദരിക്കുകയും ആചരിക്കുകയും പൂജിക്കുകയും ചെയ്യാതിരിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവർ ഉപദ്രവിക്കുമെന്നും സർപ്പങ്ങൾ സന്തോഷിച്ചാൽ സന്തതിയും സമ്പത്തും സകലവിധ സുഖങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതിനും കോപിച്ചാൽ സകല വിധത്തിലുള്ള അനർത്ഥങ്ങളും ആപത്തുകളും ഉണ്ടാക്കി തീർക്കുന്നതിനും ശക്തിയുള്ള വകക്കാരാണെന്നും ഭവാൻ മനുഷ്യരെ ഗ്രഹിപ്പിക്കുകയും വേണം.
ഇപ്രകാരമെല്ലാം ചെയ്താൽ ഈ ഭൂഭാഗം മനുഷ്യവാസയോഗ്യമാക്കി ഞാൻ തന്നോളാം. ഇങ്ങനെ വാസുകി പറഞ്ഞതിനെ കേട്ട് അപ്രകാരമെല്ലാം ചെയ്തു കൊള്ളാമെന്ന് പരശുരാമൻ അങ്ങോട്ട് സമ്മതിച്ചു. ഇങ്ങനെ അവർ തമ്മിൽ പറഞ്ഞ് സമ്മതിച്ചതിൻ്റെ ശേഷം പരശുരാമൻ പിന്നെയും പരദേശങ്ങളിൽ പോയി ബ്രാഹ്മണരെയും മറ്റും കൂട്ടിക്കൊണ്ട് കേരളത്തിൽ വന്നു. അപ്പോഴേക്കും ഇവിടെ വെള്ളത്തിനുണ്ടായിരുന്ന ലവണരസം മാറി സർവത്ര ശുദ്ധജലം അങ്ങോട്ട് കാണപ്പെട്ടു. സർപ്പങ്ങൾ മിക്കവയും പരശുരാമൻ തപസ്സു ചെയ്തിരുന്ന ആ വനത്തിൽ ചെന്ന് താമസായി. ശേഷമുണ്ടായിരുന്നവ വിലേശങ്ങളായും തീർന്നിരുന്നു. അതിനാൽ പരദേശങ്ങളിൽ നിന്ന് വന്നവരാരും മടങ്ങിപ്പോകാതെ കേരളത്തിൽ തന്നെ ഗൃഹങ്ങളുണ്ടാക്കി അങ്ങോട്ട് താമസം ഉറപ്പിച്ചു. പരശുരാമന്റെ ആജ്ഞാപ്രകാരം എല്ലാവരും ഒന്നും രണ്ടും അതിലധികവും കാവുകൾ ഉണ്ടാക്കി അവിടെയെല്ലാം സർപ്പങ്ങളെ അങ്ങോട്ട് കുടിയിരുത്തി. എന്ന് പറഞ്ഞാൽ നാഗപ്രതിമകളൊക്കെ പ്രതിഷ്ഠിച്ച് സർപ്പക്കാവുകളൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി. അതിനുശേഷം പൂജയും മറ്റും നടത്തി തുടങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ പരശുരാമൻ താൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ നാഗരാജാവിനെ, അതായത് വാസുകിയെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിക്കുകയും പരിവാരങ്ങളായ മറ്റനേകം സർപ്പങ്ങളെ അവിടെ കുടിയിരുത്തുകയൊക്കെ ചെയ്തു. ആ സർപ്പങ്ങൾ വസിക്കുന്ന ഏതാനും സ്ഥലം, അതായത് ഇപ്പോഴത്തെ അളവ് പ്രകാരം 14 ഏക്കർ സർപ്പക്കാവാക്കി നിശ്ചയിച്ച് അതിരിട്ട് തിരിക്കുകയും ശേഷം സ്ഥലത്ത് കാട് വെട്ടിത്തെളിച്ച് ഗൃഹങ്ങളുണ്ടാക്കി ജനങ്ങൾ അവിടെ വസിച്ചു കൊള്ളാൻ അനുവദിക്കുകയൊക്കെ ചെയ്തു. ഈ സർപ്പങ്ങൾക്ക് പതിവായി പൂജ നടത്തുന്നതിനും ഈ കാവ് ആരും വെട്ടിയഴിക്കാതെ സൂക്ഷിക്കുന്നതിനും മറ്റുമായി കാവിൻ്റെ അതിരിനകത്തു തന്നെ ഒരു ഗൃഹം പണിയിച്ച് ഒരു ബ്രാഹ്മണ കുടുംബക്കാരെ അവിടെ താമസിപ്പിച്ചു. ഈ കാവ് സംബന്ധിച്ചുള്ള സർവ്വ അധികാരങ്ങളും അവകാശങ്ങളും ഈ കുടുംബക്കാർക്കായി കൊടുക്കുകയും ചെയ്തു. അവർ അക്കാലം മുതൽ സർപ്പങ്ങളെ തങ്ങളുടെ പരദേവതമാരാക്കി വച്ച് പൂജിക്കുകയും സേവിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങി. അതിന് ഇപ്പോഴും യാതൊരു ഭേദഗതിയും അവർ വരുത്തിയിട്ടില്ല. ആ ഇല്ലക്കാരെയാണ് ഇപ്പോൾ മണ്ണാറശാല നമ്പൂതിരിമാർ എന്ന് പറഞ്ഞു വരുന്നത്. അതിനുശേഷം കേരളത്തിൽ സർപ്പങ്ങൾ നിമിത്തമുണ്ടായിരുന്ന ഉപദ്രവങ്ങൾ തീർക്കുകയും ജനങ്ങൾക്ക് സുഖമായിട്ട് താമസിക്കുന്നതിന് വേണ്ടുന്ന സകല സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതിൻ്റെ ശേഷം പരശുരാമൻ തപസ്യനായി പോയി. അനന്തരം അനേക കാലങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം യുഗാന്തരത്തിലുണ്ടായ ചില സംഗതികളാണ് ഇനി ഇവിടെ ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ ഭാവിക്കുന്നത്. ഇപ്പോൾ അമ്പലപ്പുഴ താലൂക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന മിക്ക ഭാഗവും പണ്ട് വലിയ വനായിരുന്നു. ആ വനത്തെയാണ് ഖാണ്ഡവ വനമെന്ന് പറഞ്ഞു വരുന്നത്. ഈ ഖാണ്ഡവ വനം മധ്യമ പാണ്ഡവനായ അർജുനൻ ചുട്ട് ദഹിപ്പിച്ചതുകൊണ്ട് ആ പ്രദേശത്തിന് ചുട്ടനാട് എന്ന് പേരുണ്ടായി. അത് കാലക്രമേണ കുട്ടനാട് എന്നായി തീർന്നു. ഖാണ്ഡവ വനത്തിന് പിടിച്ച തീയ് അവിടെ നിന്ന് കിഴക്കോട്ട് പടർന്ന് പിടിച്ച് പരശുരാമൻ പ്രതിഷ്ഠിച്ച സർപ്പങ്ങളുടെ വാസസ്ഥലമായ കാവു വരെ എത്തി. പക്ഷേ ആ കാവിൻ്റെ രക്ഷയ്ക്കായി അവിടെ പരശുരാമൻ സ്ഥാപിച്ച ആ ഇല്ലത്തുണ്ടായിരുന്ന അമ്മമാര് അത് കണ്ട് കാവിന് അഗ്നിബാധയുണ്ടാകാതിരിക്കാൻ അവിടെ അടുക്കലുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ആ കാവ് നശിക്കാൻ ഇടയായില്ല. എങ്കിലും അഗ്നിജ്വാല തട്ടി മണ്ണിന് ചൂട് പിടിക്കുകയും ചൂട് ദുസ്സഹായി തീരുകയും സർപ്പങ്ങൾ വളരെ കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ ആ അഗ്നി ശമിച്ചിട്ടും മണ്ണിൻ്റെ ചൂടാറുന്നതുവരെ അമ്മമാര് വെള്ളം കോരിയൊഴിച്ചുകൊണ്ടിരുന്നു. മണ്ണിൻ്റെ ചൂടാറിയപ്പോൾ ഇപ്പോൾ മണ്ണാറി. അതിനാൽ ഈ സ്ഥലത്തിൻ്റെ നാമം മേലാൽ മണ്ണാറിശാല എന്നായിരിക്കട്ടെ എന്ന് ആരോ
വിളിച്ചു പറഞ്ഞത് എല്ലാവരും കേട്ടു. അതു പറഞ്ഞത് ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും ഇത് സാക്ഷാൽ വാസുകിയുടെ അരുളിപ്പാടാണെന്നാണ് എല്ലാവരും കൂടി തീർച്ചയാക്കിയത്. അതിനാൽ അക്കാലം മുതൽ ആ സ്ഥലത്തെ എല്ലാവരും മണ്ണാറിശാല എന്ന് തന്നെ പറഞ്ഞു വന്നിരുന്നു. കാലക്രമേണ അത് മണ്ണാർശാല എന്നായി തീർന്നു. ഈ സ്ഥലം തിരുവിതാംകൂർ സംസ്ഥാനത്ത് കാർത്തികപ്പള്ളി താലൂക്കിൽ അരിപ്പാട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വൽപ്പം പടിഞ്ഞാറ് മാറിയാണ്. ഈ ഖാണ്ഡവ ദഹനാനന്തരം ഒരു കാലത്ത് മണ്ണാർശാല ഇല്ലത്ത് സഭർതൃകയായ ഒരമ്മയ്ക്ക് പുരുഷ സന്താനമുണ്ടാകാതെ ഇരുന്നതുകൊണ്ട് ഒരു പുത്രനുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കുടുംബ പരദേവതകളായ സർപ്പങ്ങളെ ഭക്തിപൂർവം അങ്ങോട്ട് ഭജിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ അമ്മ ഗർഭം ധരിക്കുകയും യഥാകാലം 2 ആൺകുട്ടികളെ ഒരുമിച്ച് അങ്ങോട്ട് പ്രസവിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൽ ഒന്ന് മാത്രമേ മനുഷ്യക്കുട്ടിയായിരുന്നുള്ളൂ, മറ്റേത് ഒരു സർപ്പക്കുട്ടിയായിരുന്നു. പക്ഷേ ആ സർപ്പ ശിശു മാത്രക്കിടയിൽ അങ്ങോട്ട് വളർന്ന് സംസാരിച്ചു തുടങ്ങി. അത് അതിൻ്റെ മാതാവിനോട് പറഞ്ഞു, അല്ലയോ മാതാവേ, സർപ്പങ്ങൾക്കെല്ലാം ഈ കുടുംബക്കാരോട് ആകപ്പാടെ വളരെ സന്തോഷവും സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ട്. എന്നാ ഇവിടെയുള്ള സ്ത്രീജനങ്ങളോടാണ് സർപ്പങ്ങൾക്ക് അധികം സന്തോഷം. ഇവിടെയുള്ള സർപ്പങ്ങളെയെല്ലാം അഗ്നിബാധയിൽ നിന്ന് രക്ഷിച്ചത് ഈ കുടുംബത്തിലുള്ള സ്ത്രീകളാണല്ലോ. പ്രാണരക്ഷ ചെയ്തവരോടുണ്ടാകുന്ന കൃതജ്ഞതയും സന്തോഷവും എത്രമാത്രമായിരിക്കുമെന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ സർപ്പങ്ങളുടെ പൂജയും മറ്റും അമ്മമാരിൽ അന്നന്ന് മൂത്തയാൾ നടത്തണം. അങ്ങനെയാകുന്നതാണ് സർപ്പങ്ങൾക്ക് അധികം സന്തോഷകരമായിരിക്കുന്നത്. എന്നാൽ മൂപ്പ് സിദ്ധിച്ച് പൂജ നടത്താൻ അർഹകളായി തീരുന്ന അമ്മമാര് സഭർതൃകകളായിരുന്നാലും അവർ മൂപ്പ് സിദ്ധിക്കുന്ന ആ ദിവസം മുതൽ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി ഇരിക്കുകയും വേണം. സർപ്പങ്ങളുടെ പൂജയും മറ്റും ഇപ്പോൾ നടത്തിവരുന്ന രീതിക്ക് സ്വൽപ്പം ചില ഭേദഗതികളൊക്കെ വരുത്താനുണ്ട്. അതൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഉപദേശിച്ചു തരാം. ഇവിടെയുള്ള അമ്മമാരിൽ ഇപ്പോൾ മൂപ്പ് എൻ്റെ അമ്മയ്ക്കാണല്ലോ. അമ്മയുടെ പ്രസവ ചികിത്സകളെല്ലാം കഴിയുകയും ശരീരം ശുദ്ധമാവുകയും ചെയ്താൽ പിന്നെ അമ്മ തന്നെ സർപ്പങ്ങളുടെ പൂജയും മറ്റും നടത്തി തുടങ്ങണം. അമ്മയ്ക്ക് പൂജയും മറ്റും നടത്താൻ വയ്യാതെയാകുന്ന കാലത്ത് അടുത്ത മൂപ്പ് സ്ഥാനം ആർക്കാണെന്ന് വച്ചാൽ അവർക്ക് ഞാൻ ഇപ്പോൾ അമ്മയ്ക്ക് ഉപദേശിച്ചു തരുന്നതെല്ലാം അമ്മ അവർക്കും ഉപദേശിച്ചു കൊടുക്കണം. അങ്ങനെ തലമുറ തോറും ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് മാത്രമല്ല, ഈ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഈ സ്ഥലം വിട്ട് കാവിലും മറ്റും പോയിരിക്കില്ല. ഈ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എന്നെ ആരും ഉപദ്രവിക്കരുത്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ആരും കയറി വരികയുമരുത് എന്ന് പറഞ്ഞ് ആ സർപ്പബാലൻ പൂജാക്രമങ്ങളും മന്ത്രങ്ങളുമെല്ലാം തൻ്റെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തിട്ട് ഇല്ലത്തിൻ്റെ നിലവറയിൽ കയറി അങ്ങട് ഇരിപ്പായി. ആ സർപ്പബാലൻ്റെ ഉപദേശപ്രകാരമുള്ള മന്ത്രതന്ത്രങ്ങളോടുകൂടി അക്കാലം മുതൽ അവിടെ അന്നന്ന് മൂപ്പായിട്ടുള്ള അമ്മമാര് സർപ്പങ്ങളുടെ പൂജാദികളെല്ലാം നടത്തിയും അവർ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി ഇരിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങി. അതിന് ഇപ്പോഴും അവിടെ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ആ സർപ്പബാലൻ കയറിയിരുന്ന നിലവറയ്ക്കകത്ത് അതിൽ പിന്നെ മനുഷ്യരാരും കടന്നിട്ടില്ല. നിലവറയുടെ വാതിൽ അത്യാവശ്യപ്പെട്ട ചില പൂജാകർമാദികൾക്കല്ലാതെ തുറക്കാറുമില്ല. എല്ലായ്പ്പോഴും അടച്ചിട്ടേക്കുകയാണ് പതിവ്. ഇപ്പോ വാതിൽ തുറന്നു നോക്കിയാൽ അവിടെ പുറ്റുകളല്ലാതെ മറ്റൊന്നും കാണാനുമില്ല. ഇല്ലത്തിന് പഴക്കം കൊണ്ട് കേടുകൾ സംഭവിക്കുന്ന കാലങ്ങളിൽ
ജീർണോദ്ധാരണം ചെയ്യിക്കാറുണ്ടെങ്കിലും നിലവറ ഇളക്കാറില്ല. ഈ അടുത്ത കാലത്ത് തന്നെ ഇല്ലം പുതുക്കി പണിയിക്കുകയും അവിടെ ചില പരിഷ്കാരങ്ങളെല്ലാം വരുത്തുകയൊക്കെ ചെയ്തു. എങ്കിലും നിലവറ പൂർവസ്ഥിതിയിൽ വച്ചുകൊണ്ടാണ് അവയെല്ലാം നടത്തിയത്. ആ സർപ്പശിശുവിനോടുകൂടി ജനിച്ച ബാലൻ പുരുഷപ്രായമായതിൻ്റെ ശേഷം നാഗരാജാവിനും നാഗയക്ഷിക്കും മറ്റും പ്രത്യേകം അമ്പലങ്ങൾ പണിയിച്ച് കലശം മുതലായവ നടത്തിച്ചു. ആ അമ്പലത്തിനാണ് മണ്ണാർശാല ക്ഷേത്രമെന്ന് പറഞ്ഞു വരുന്നത്. ആ അമ്പലവും ചില കാലങ്ങളിൽ ജീർണോദ്ധാരണം ചെയ്യിക്കുക ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ബിംബങ്ങൾ ഇളക്കി പ്രതിഷ്ഠിക്കുക ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അത് വാസ്തവമാണെന്ന് അവ കണ്ടാൽ നമുക്ക് തോന്നുകയും ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വച്ചാൽ പ്രധാന ബിംബങ്ങളുടെ പീഠങ്ങൾ ബിംബങ്ങൾക്ക് ചേർന്നവയായിട്ടല്ല അവിടെ കാണുന്നത്. ബിംബങ്ങൾ എപ്പോഴെങ്കിലും ഇളക്കി പ്രതിഷ്ഠിച്ചിരുന്നുവെങ്കിൽ ആ പീഠങ്ങൾ മാറാതെ ഇരിക്കാൻ ഇടയില്ലല്ലോ. ഈ മണ്ണാർശാല ഇല്ലത്ത് നിന്ന് പണ്ടൊരിക്കൽ ഒരു കന്യകയെ കായംകുളത്തിന് സമീപം വെട്ടിക്കോട്ട് ദേശത്തുള്ള മേപ്പള്ളി നമ്പൂരിയുടെ ഇല്ലത്തേക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അതിന് മണ്ണാർശാല ഇല്ലത്ത് നിന്ന് സ്ത്രീധനായിട്ട് കൊടുത്തത് ഒരു സർപ്പത്തെയായിരുന്നു. ആ സർപ്പത്തെ ഒരു ഓലക്കുടയുടെ മുളങ്കാലിനകത്ത് കയറ്റിയാണത്രേ കൊടുത്തത്. വധുവിനായി കൊടുത്ത ആ സ്ത്രീധനത്തെ വരൻ സന്തോഷസമേതം അങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടുപോയി. അങ്ങനെ മേപ്പള്ളി ഇല്ലത്ത് ചെന്നപ്പോ ആ സർപ്പം അവിടത്തെ നിലവറയിൽ കയറി അങ്ങോട്ട് ഇരിപ്പായി. എന്നു മാത്രല്ല, ആ സ്ഥലത്തും മണ്ണാർശാലയിലെ പോലെ കാവുകളെല്ലാം ഉണ്ടാക്കി സർപ്പപ്രതിഷ്ഠകൾ നടത്തണമെന്ന് നിർബന്ധപൂർവം ആ സർപ്പം ആവശ്യപ്പെടുകയും ചെയ്തു. അതിനാൽ ആ ഇല്ലക്കാര് അപ്രകാരെല്ലാം ചെയ്തു. അതുകൊണ്ട് മേപ്പള്ളി മണ്ണാർശാലയുടെ ഒരു പ്രതിബിംബം പോലെയായി തീർന്നു. നൂറും പാലും കൊടുക്കുക, സർപ്പബലി, സർപ്പപ്പാട്ട് മുതലായവ നടത്തുക എന്നിവയൊന്നും ഇപ്പോ ഒരു സ്ഥലത്ത്, അതായത് മണ്ണാർശാലയിലോ മേപ്പള്ളിയിലോ മാത്രമായി നടത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ നൂറും പാലും കൊടുക്കുക, സർപ്പബലി, സർപ്പപ്പാട്ട് മുതലായവ നടത്തുക, ഇതൊന്നും ഒരു സ്ഥലത്തായിട്ട്, അതായത് മണ്ണാർശാലയിലോ അല്ലെങ്കിൽ മേപ്പള്ളിയിലോ മാത്രമായിട്ട് നടത്താൻ പാടില്ല. ഈ പറഞ്ഞവയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നടത്തുകയാണെങ്കിൽ മറ്റേ സ്ഥലത്തും നടത്തണം. അത് ഒരു ദിവസം തന്നെ ആയിരിക്കും വേണം. ഇതിൽ ഒരു സ്ഥലത്ത് മാത്രമായി വിശേഷിച്ചെന്തെങ്കിലും നടത്തിയ സർപ്പകോപവും അത് നിമിത്തം വലിയ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഒരു പതിവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ സർപ്പങ്ങളെ ഉദ്ദേശിച്ച് വിശേഷാൽ എന്തെങ്കിലും നടത്തണ്ടെങ്കിൽ രണ്ടില്ലക്കാരും കൂടി ആലോചിച്ച് ദിവസം നിശ്ചയിച്ച് രണ്ട് സ്ഥലത്തും ഒരേ ദിവസം തന്നെ നടത്തുകയാണ് പതിവ്. ഇനി ഈ മണ്ണാർശാലയിലെ ചില മാഹാത്മ്യ വിശേഷങ്ങൾ കൂടി പറഞ്ഞിട്ട് ഈ കഥ നമുക്ക് അങ്ങോട്ട് പര്യവസാനിപ്പിക്കാം. ഈ സർപ്പങ്ങൾക്ക് നൂറും പാലും കൊടുക്കുന്നതിന് പാത്രങ്ങളിൽ നൂറും പാലും എന്ന് വെച്ചാൽ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടി പാലിൽ കലക്കി വയ്ക്കുന്നതിനാണ് ഈ നൂറും പാലും എന്ന് പറയുക. അത് കലക്കി വച്ച് പൂജിച്ചിട്ട് തർപ്പിക്കുകയും തർപ്പിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങൾ കമഴ്ത്തി വയ്ക്കുകയും ചെയ്യുന്നത് ഒരു പതിവാണല്ലോ. മണ്ണാർശാല ഇല്ലത്തെ നിലവറയിലുള്ള സർപ്പങ്ങൾക്ക് നൂറും പാലും കൊടുക്കുമ്പോൾ തർപ്പിക്കുകയും പാത്രങ്ങൾ കമഴ്ത്തി വയ്ക്കുകയും പതിവില്ല. പൂജ കഴിഞ്ഞാൽ വാതിലടച്ച് എല്ലാവരും അങ്ങോട്ട് പോവും. പക്ഷേ പിറ്റേ ദിവസം വാതിൽ തുറന്നു നോക്കുമ്പോൾ പാത്രങ്ങളിൽ യാതൊന്നും കാണിയില്ല. ഇത് ഇപ്പോഴും കണ്ടുവരുന്ന ഒരത്ഭുതമാണേ. ആ നിലവറയിൽ ആദ്യം ഒരു സർപ്പം മാത്രമേ കയറിയിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും അവിടെ ഇപ്പോൾ അസംഖ്യം പുറ്റുകൾ കാണുന്നത് കൊണ്ട് അവിടെ വേറെയും ചില സർപ്പങ്ങൾ പിന്നീട് വന്നു ചേരുകയും അവയ്ക്ക് ക്രമേണ സന്തതികൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. മാത്രല്ല, ഈ മണ്ണാർശാല ഇല്ലത്തുള്ളവരെ
സർപ്പങ്ങൾ കാരണം കൂടാതെ ദംശിക്കാറില്ല. അഥവാ ദംശിച്ചാലും അവരിൽ വിഷം വ്യാപിക്കുകയോ അതിന് എന്തെങ്കിലും പ്രതിവിധി ചെയ്യുകയോ പതിവില്ല. ചില കാരണങ്ങളാൽ അവിടെയുള്ളവരെ ചിലപ്പോൾ സർപ്പം ദംശിക്കുകയുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു സർപ്പം കാവിലുള്ള കാട്ടിൽ കൂടി സഞ്ചരിച്ചപ്പോൾ ഒരു വയ്യങ്കത മരത്തിന്മേൽ ചെന്ന് കയറി. അപ്പോൾ ഒരു മുള്ള് അതിൻ്റെ വയറ്റത്ത് കുത്തിക്കയറിയതുകൊണ്ട് അതിന് അവിടെ നിന്ന് പോകാനെന്നല്ല ഇളകാൻ പോലും വയ്യാതെയായി. ആ വിധത്തിൽ ആ സർപ്പം അവിടെ എത്ര ദിവസം കിടന്നു എന്ന് നിശ്ചല്യ. ഒരു ദിവസം ആ ഇല്ലത്തുള്ള ഒരാള് സർപ്പം ഇപ്രകാരം അകപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ട് ഒരു വിധത്തിൽ ആ മരത്തിന്മേൽ കയറി ചെന്ന് മുള്ളിൽ നിന്ന് സർപ്പത്തെ അങ്ങോട്ട് വലിച്ചെടുത്തു. അപ്പോ സർപ്പത്തിന് വേദനയുണ്ടായിട്ടോ എന്തോ, എന്തായാലും അത് നമ്പൂരിയെ ഒന്ന് കടിച്ചിട്ട് താഴെ ചാടി ഓടിപ്പോയി. പക്ഷേ നമ്പൂരി ഒരു കൂസലും ഇല്ലാണ്ട് താഴെ ഇറങ്ങി ഇല്ലത്തേക്കും പോയി. ആ സർപ്പദംശനം കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു സുഖക്കേടും ഉണ്ടായില്ല. ഇങ്ങനെ ഓരോ കാരണവശാൽ ആ ഇല്ലത്തുള്ളവരെ പലപ്പോഴായിട്ട് സർപ്പം ദംശിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് തന്നെ ചില കാരണവശാൽ ആ ഇല്ലത്തുള്ള ചിലർക്ക് സർപ്പദംശനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ആർക്കും ഇതുവരെ യാതൊരു സുഖക്കേടും ഉണ്ടായിട്ടില്ല. ഈ മണ്ണാർശാല ഇല്ലത്ത് പാത്രങ്ങളും മറ്റും മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ ശരിയായി സൂക്ഷിക്കാറില്ല. ഓട്ടുപാത്രങ്ങളും ചെമ്പുപാത്രങ്ങളും മറ്റും രാത്രിയിലും മുറ്റത്തും പറമ്പിലൊക്കെ കിടക്കാറുണ്ട്. എന്നാ അവിടെ നിന്ന് ആരും ഒന്നും എടുത്തുകൊണ്ട് പോകാറില്ല. മോഷ്ടാക്കൾക്ക് ആ ഇല്ലത്ത് കയറാൻ തന്നെ ഭയാണ്. ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചെടുത്താൽ അപ്പോൾ അവിടെ സർപ്പങ്ങൾ എത്തും. ആ ഇല്ലത്തെ കാവൽക്കാര് സർപ്പങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അവിടെ നിന്നും ആരും ഒന്നും മോഷ്ടിക്കാത്തത്. ഈ മണ്ണാർശാല ഇല്ലത്ത് കറിക്കോപ്പുകളൊന്നും വിലയ്ക്ക് മേടിക്കാറില്ല. ചക്ക, മാങ്ങ, വെള്ളരിക്ക, വഴുതനങ്ങ, മത്തങ്ങ, കുമ്പളങ്ങ, വാഴക്കുലകൾ എന്നിവയെല്ലാം അവിടെ വഴിപാടായി ധാരാളം വന്നു ചേരും. അവ ഇല്ലത്തെ ആവശ്യങ്ങൾക്ക് മതിയായിട്ട് വളരെയധികം ഉണ്ടായിരിക്കും. എന്നാൽ അവ അവിടെ ആരുമെടുത്ത് മറച്ചു വിൽക്കുകയോ അല്ലെങ്കിൽ അന്യന്മാര് മോഷ്ടിച്ചു കൊണ്ട് പോവുകയോ ചെയ്യാറില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ വഴിപാടുകാർ കൊണ്ടുവന്ന് നടയിൽ വച്ചാൽ നിവേദ്യം കഴിച്ചിട്ട് ഇല്ലത്തേക്ക് ആവശ്യമുള്ളവ എടുത്തുകൊണ്ട് പോകും. ശേഷമുള്ളവയെല്ലാം അവിടെ അങ്ങോട്ട് കിടക്കും. അങ്ങനെയാണ് പതിവ്. ഒരിക്കല് അവിടെ വഴിപാട് വന്ന ഒരു മത്തങ്ങ ഒരാള് മോഷ്ടിച്ചു കൊണ്ടുപോയി. അയാളുടെ വീട്ടിൽ കൊണ്ടുചെന്ന് അത് മുറിച്ചപ്പോ അതിൽ നിന്ന് ഒരു സർപ്പം പുറത്തേക്ക് അങ്ങോട്ട് ചാടി. അത് കണ്ട് വീട്ടിലുണ്ടായിരുന്നവരെല്ലാം പേടിച്ച് 4 പുറത്തേക്കും അങ്ങോട്ട് ഓടി. ഈ മോഷ്ടിച്ചയാള് ദൂരെ മാറി നിന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു, എൻ്റെ സർപ്പത്താനെ, എനിക്ക് ഇങ്ങനെയൊരു ഭോഷത്വം പ്രവർത്തിക്കാൻ തോന്നി. ഞാൻ അങ്ങനെ അറിയാണ്ട് പ്രവർത്തിച്ചു പോവുകയൊക്കെ ചെയ്തു. ഈ തെറ്റിന് അവിടുന്ന് സദയം ക്ഷമിച്ച് എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും രക്ഷിക്കണം. ഞാൻ ഈ മത്തങ്ങയും ഇതെടുത്തതിന് പ്രായശ്ചിത്തമായി 10 ചക്രവും കൂടി ഇപ്പം തന്നെ നടയിൽ കൊണ്ടുചെന്ന് വച്ചേക്കാം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ആ സർപ്പം അന്തർധാനം ചെയ്തു എന്നാ പറയണേ. അത് എങ്ങോട്ടാണ് പോയതെന്ന് ആരും കണ്ടില്ല. മോഷ്ടാവ് ഉടനെ തന്നെ ആ മത്തങ്ങയും 10 ചക്രവും കൂടി നടയിൽ കൊണ്ടുചെന്ന് വച്ച് തൊഴുതു പോന്നു. ഇങ്ങനെ അവിടെ അനേകം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്രകാരമുള്ള സ്ഥലത്ത് ആരും കയറി ഒന്നും മോഷ്ടിക്കാത്തത് ഒരത്ഭുതമല്ലല്ലോ. ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 4-5 കൊല്ലം മുമ്പ് പന്തളത്തുകാരനായ ഒരു നായർ കുടുംബക്കാര് മണ്ണാർശാല ക്ഷേത്രത്തിൽ ഭജനത്തിനായി വന്നു. അവര് അവിടെ വന്നിട്ട് സ്വയം പാകം ചെയ്ത് ഊണ് കഴിച്ചാണ് അവിടെ താമസിച്ചിരുന്നത്. അരിയും കറിക്കോപ്പുകളും മറ്റും അവർ കൊണ്ടുവന്നിരുന്നു. 2 നേരവും വയ്ക്കാനുള്ള അരി അളന്നെടുക്കാൻ ഒരു ചങ്ങഴി
ചങ്ങഴി എന്ന് വെച്ചാൽ അളവ് പാത്രം. അത് ഇല്ലത്തു നിന്ന് മേടിച്ചാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അവര് ഭജനം കഴിഞ്ഞ് മടങ്ങിപ്പോയ സമയത്ത് ഈ ചങ്ങഴി തിരിയെ ഇല്ലത്ത് കൊടുത്തേൽപ്പിക്കാൻ അവര് അങ്ങോട്ട് മറന്നുപോയി. ചെലവ് കഴിച്ച് ബാക്കിയുണ്ടായിരുന്ന അരിയോടുകൂടി ചാക്കിനകത്ത് കിടന്നിരുന്ന ചങ്ങഴിയും അവര് കൊണ്ടുപോയി. അങ്ങനെ വീട്ടിലെത്തി അവര് അരിച്ചാ കഴിച്ചപ്പോ അതിനകത്ത് ചങ്ങഴിയും ചങ്ങഴിക്കകത്ത് ഒരു സർപ്പവും ഇരിക്കുന്നത് കണ്ടു. അപ്പോ ആ വീട്ടുകാർക്കുണ്ടായ ഭയം സീമാതീതമായിരുന്നു എന്നുള്ളത് എൻ്റെ കഥാപ്രേമികളോട് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ. ഉടനെ തന്നെ ആ വീട്ടുകാര് സർപ്പത്തെ തൊഴുതുകൊണ്ട് പറഞ്ഞു, ഈ ചങ്ങഴി ഞങ്ങൾ ഓർമ്മക്കേട് കൊണ്ട് കൊണ്ടുപോകുന്നതാണ്. ഇതിനെക്കുറിച്ച് കോപിക്കരുത്. ചങ്ങഴി ഇപ്പം തന്നെ കൊടുത്തയച്ച് ഇല്ലത്തെത്തിക്കാം. ഈ അന്ധാളിത്തത്തിന് പ്രായശ്ചിത്തമായി 101 ചക്രം കൂടി നടക്കെ വയ്ക്കുകയും ചെയ്യാം എന്നങ്ങോട്ട് പറഞ്ഞു. അത് കേട്ട ഉടനെ സർപ്പം ചങ്ങടിയിൽ നിന്നിറങ്ങി മുറ്റം വരെ പോകുന്നതെല്ലാവരും കണ്ടു. പക്ഷേ പിന്നെ അത് എങ്ങോട്ടാണ് പോയതെന്ന് ആരും കണ്ടില്ല. അങ്ങനെ ആ വീട്ടുകാര് ചെങ്ങഴി കൊടുത്തയച്ച് ഇല്ലത്തെത്തിക്കുകയും നടക്കെ 101 ചക്രം വയ്ക്കുകയും ചെയ്തു. സാധാരണയായി ഈ മണ്ണാറശാല ക്ഷേത്രത്തിൽ വഴിപാടായി ചക്ക, മാങ്ങ മുതലായ സാധനങ്ങളും മറ്റും ധാരാളം വരുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞുല്ലോ. അതും ചില പ്രാർത്ഥനകൾ മൂലം വരുന്നതാണ്. ഒരിക്കൽ അമ്പലപ്പുഴയ്ക്ക് സമീപം തകഴി എന്ന ദേശത്ത് ഒരു വീട്ടിൽ ഒരു പ്ലാവുണ്ടായിട്ടും അത് വളർന്ന് കായ്ക്കാനുള്ള പ്രായമായിട്ടും കായ്ക്കാതെ നിന്നിരുന്നു. അത് കണ്ടപ്പോൾ ആ വീടിനടുത്തുള്ള ഒരു അയൽവക്കക്കാരൻ ആ വീട്ടിലെ കാരണവരോട് പറഞ്ഞു, ഈ പ്ലാവിന്മേൽ ആദ്യമുണ്ടാകുന്ന ചക്ക മണ്ണാർശാലയിലേക്ക് കൊടുത്തയക്കാമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളുക. ഒരു സംശയവും വിചാരിക്കണ്ട, ഉടനെ തന്നെ ഈ പ്ലാവ് കായ്ക്കും എന്ന് ആ അയൽവക്കക്കാരൻ അങ്ങോട്ട് പറഞ്ഞു. ഒരു സംശയവും വിചാരിക്കണ്ട, ഉടനെ തന്നെ ഈ പ്ലാവ് കായ്ക്കും എന്ന് ആ അയൽവക്കക്കാരൻ അങ്ങോട്ട് പറഞ്ഞു. ഇങ്ങനെ ആ അയൽവക്കക്കാരൻ പറയുകയും കാരണവര് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് ഒരു ഇടവമാസത്തിലായിരുന്നു. അങ്ങനെ ചിങ്ങമാസമായപ്പോ ആ അയൽവക്കക്കാരൻ ആ കാരണവരോട് ചോദിച്ചു, ഹേയ്, നിങ്ങളുടെ പ്ലാവിൽ ചക്കയുണ്ടായോ എന്ന് ചോദിച്ചു. അതിനുത്തരമായിട്ട് ആ കാരണവര് പറഞ്ഞു, ഹേയ്, ഇതുവരെ ഒന്നും ഉണ്ടായി കണ്ടില്ല. ഇനി ഞാൻ മണ്ണാർശാലയിലേക്ക് കൊടുക്കുന്നത് ചക്കയല്ല, ഇരട്ടച്ചക്കയാണ് എന്ന് കളിയാക്കി അങ്ങോട്ട് പറഞ്ഞു. സാധാരണയായി ചക്കയുണ്ടാവുന്നത് മഞ്ഞുകാലത്താണെന്നും വർഷക്കാലത്ത് ചുരുക്കമാണെന്നും ഓർക്കാതെയാണ് ആ കാരണവര് ഇപ്രകാരം പറഞ്ഞതെന്നുള്ളത് തീർച്ചയാണല്ലോ. എങ്കിലും വൃശ്ചികമാസമായപ്പോ ആ പ്ലാവിന്മേൽ നിറച്ച് ചക്കയുണ്ടായി. പക്ഷേ അതെല്ലാം ഇരട്ടച്ചക്ക തന്നെ ആയിരിക്കുകയും ചെയ്തു. അത് കണ്ടപ്പോ കണ്ട ജനങ്ങളൊക്കെ പറഞ്ഞു, ഹേയ്, ഇത് മണ്ണാർശാലയിലെ നാഗരാജാവിൻ്റെ വിദ്യ തന്നെ. ഈശ്വരന്മാരെ ആരും പരീക്ഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത്. ഇരട്ടച്ചക്കയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോ അതിലുണ്ടായതെല്ലാം ഇരട്ടച്ചക്ക തന്നെ. അതുകൊണ്ട് ഈ ചക്ക മുഴുവനും മണ്ണാർശാലയിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. കാരണം ഇരട്ടച്ചക്കയ്ക്ക് മറ്റാർക്കും അവകാശമില്ലല്ലോ എന്നും മറ്റും ജനങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. ചക്കയുടെ ഉടമസ്ഥനും അത് ശരിയാണെന്ന് തോന്നിയപ്പോ അക്കൊല്ലമുണ്ടായ ചക്ക മുഴുവനും പറച്ച് വള്ളങ്ങളിലാക്കി മണ്ണാർശാലയിൽ കൊണ്ടുപോയി നടക്ക വച്ച് അങ്ങോട്ട് തൊഴുതു പോന്നു. പിന്നത്തെ കൊല്ലം മുതൽ ആ പ്ലാവിന്മേൽ ഇരട്ടയും മറ്റുമല്ലാതെ സാമാന്യം പോലെയുള്ള ചക്ക ധാരാളം അങ്ങോട്ട് ഉണ്ടായി തുടങ്ങി. ആ വീട്ടുകാര് ആ പ്ലാവിന്മേൽ ആദ്യമുണ്ടാകുന്ന ചക്ക ആണ്ടുതോറും മണ്ണാർശാലയിൽ കൊണ്ടുപോയി കൊടുത്തു തുടങ്ങുകയും ചെയ്തു. ആ പതിവ് ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാരണവശാലാണ് അവിടെ ജനങ്ങൾ കറിക്കോപ്പുകൾ കൊണ്ടുചെന്നു കൊടുക്കുന്നത്. സന്താനാർത്ഥമായും രോഗശമനത്തിനായും ബാധാ ഉപദ്രവങ്ങൾ നീങ്ങാനായും മറ്റും മണ്ണാർശാലയിൽ 10ഉം 15ഉം അതിലധികവും ഭജനക്കാര് എന്നും ഉണ്ടായിരിക്കും. അവിടെ ഭജനക്കാരും
വഴിപാടുകാരുമില്ലാതെ ഒരു ദിവസം പോലും ഉണ്ടായിരിക്കില്ല. മാത്രല്ല ഈ ഭജിക്കുന്നവർക്ക് ഫലസിദ്ധി ഉണ്ടാകാതെ ഇരിക്കാറുമില്ല. 40ഉം 45ഉം വയസ്സുവരെ പ്രസവിക്കാതെ ഇരുന്നിട്ടും മണ്ണാർശാലയിൽ ഭജിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്തതിൻ്റെ ശേഷം ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുള്ള സ്ത്രീകള് ഇപ്പോഴും ധാരാളമുണ്ട്. ബാധാ ഉപദ്രവമുള്ള സ്ത്രീകളും മറ്റും അവിടെ 12ഓ 40ഓ ദിവസം ഭജനം ഇരിക്കുമ്പോൾ തുള്ളി സത്യം ചെയ്ത് ബാധകളെല്ലാം ഒഴിഞ്ഞു പോവുക സാധാരണമാണ്. അപ്രകാരം തന്നെ അവിടെ ഭജിച്ചിട്ട് രോഗങ്ങൾ ശമിച്ചിട്ടുള്ള ജനങ്ങളും വളരെയുണ്ട്. മണ്ണാർശാലയിൽ ഭജിച്ചാൽ ഏത് ത്വക്ക് രോഗവും ശമിക്കുമെന്നുള്ളതും പ്രസിദ്ധവും ഇപ്പോഴും കണ്ടുവരുന്നതുമാണ്. ഈ അടുത്ത കാലത്തു തന്നെ അതികഠിനായ കുഷ്ഠരോഗം ബാധിച്ച പലരും മണ്ണാർശാലയിൽ ചെന്ന് ഭജിച്ച് രോഗം നിശേഷം മാറി പൂർണ്ണ സുഖത്തെ പ്രാപിച്ച് പോയിട്ടുണ്ട്. എന്തിനിശി പറയണു? ഭക്തിയോടും വിശ്വാസത്തോടും കൂടി മണ്ണാർശാലയിൽ ഭജിച്ചാൽ സകല അഭീഷ്ടസിദ്ധിയും ഉണ്ടാകുമെന്നുള്ളത് തീർച്ച തന്നെയാണ്. അതിനാൽ ഈ സ്ഥലത്ത് ഹിന്ദുക്കൾ മാത്രമല്ല, ഇതര മതക്കാരും ധാരാളമായി വരികയും വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്തു വരുന്നുണ്ട്. ഈ മണ്ണാർശാലയിൽ ആട്ടവിശേഷം എന്ന് വെച്ചാൽ ആണ്ടിലൊരിക്കൽ ഉള്ള വിശേഷത്തിനാണ് ഈ ആട്ടവിശേഷം എന്ന് പറയുക. ഈ ആട്ടവിശേഷമായി പണ്ടേ തന്നെ നിശ്ചയിച്ചിട്ടുള്ളത് കന്യമാസത്തിൽ ആയില്യാണ്. ആയില്യം സർപ്പങ്ങളുടെ നാളാണല്ലോ. അന്ന് അവിടെ വിശേഷാൽ ചില പൂജകളും എഴുന്നള്ളിപ്പും സദ്യയും മറ്റും പതിവുണ്ട്. ആ ദിവസം ദർശനത്തിനായും എഴുന്നള്ളിപ്പും മറ്റും കാണുന്നതിനായും കച്ചവടത്തിനായും മറ്റും അസംഖ്യ ആളുകൾ കൂടുക ഒരു പതിവാണ്. 973 ആണ്ട് നാട് നീങ്ങിയ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ചെറുപ്പത്തിൽ ഏതാനും കാലം കാർത്തികപ്പിള്ളി കൊട്ടാരത്തിൽ എഴുന്നള്ളി താമസിച്ചിരുന്നു. അക്കാലത്ത് ആ തിരുമനസ്സുകൊണ്ട് ആണ്ടുതോറും കന്യമാസത്തിൽ ആയില്യത്തിന് മണ്ണാർശാല എഴുന്നള്ളി ദർശനം നടത്തുക ഒരു പതിവായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരാണ്ടില് കന്യമാസത്തിൽ എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിനായി നാഗർകോവിലേക്ക് എഴുന്നള്ളേണ്ടതായി വന്നു. ആയില്യമാകുമ്പോഴേക്കും തിരിച്ചെഴുന്നള്ളാമെന്ന് വിചാരിച്ചാണ് എഴുന്നള്ളിയത്. എങ്കിലും കാര്യാന്തര ഗൗരവം നിമിത്തം അത് സാധിച്ചില്ല. ആയില്യം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കാർത്തികപ്പിള്ളിയിൽ തിരിച്ചെഴുന്നള്ളിയത്. ആയില്യത്തിന് മണ്ണാർശാലയിൽ എഴുന്നള്ളി ദർശനം കഴിക്കാൻ സാധിക്കാഞ്ഞത് നിമിത്തം തിരുമനസ്സിൽ അസാമാന്യ കുണ്ഠിതമുണ്ടായി. അതിനാൽ ഒരു ദിവസം കൽപ്പിച്ച് ഒരാളയച്ച് നമ്പൂരിയെ തിരുമുമ്പിൽ വരുത്തി. ഈ കന്യമാസത്തിൽ ആയില്യത്തിന് നമുക്ക് അവിടെ വന്ന് ദർശനം നടത്താൻ സാധിച്ചില്ല. അടുത്ത തുലാമാസത്തിൽ ആയില്യത്തിന് വന്ന് ദർശനം നടത്തണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അന്ന് കന്യമാസത്തിൽ ആയില്യത്തിന് പതിവുള്ള വിശേഷങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കണം. അതിലേക്ക് വിശേഷാൽ വേണ്ടിവരുന്ന ചെലവിന് കണക്കയച്ചാൽ പണം ഇവിടെ നിന്ന് തന്നേക്കാം എന്ന് കൽപ്പിച്ചു. അത് കേട്ടപാടെ നമ്പൂരി കൽപ്പന പോലെ നടത്തിക്കൊള്ളാമെന്ന് സമ്മതിക്കുകയും അപ്രകാരം നടത്തിയും തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി എല്ലാം തൃക്കൺ പാർത്ത് സന്തോഷിക്കുകയും നമ്പൂരിയുടെ കണക്കിൻ പ്രകാരമുള്ള പണം കൽപ്പിച്ചയക്കുകയൊക്കെ ചെയ്തു. അടുത്ത കൊല്ലവും കന്യമാസത്തിലെ പോലെ തന്നെ തുലാമാസത്തിലെ ആയില്യവും ഘോഷിക്കണമെന്ന് കൽപ്പിക്കുകയും നമ്പൂരി അപ്രകാരം നടത്തിയും കണക്കനുസരിച്ചുള്ള പണം കൽപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഏതാനും കൊല്ലം നടക്കുകയും കാലക്രമേണ അത് പതിവായി തീരുകയും ഒക്കെ ചെയ്തു. ഇപ്പോഴും അവിടെ കന്നി തുലാം ഈ 2 മാസങ്ങളിലെ ആയില്യവും ഘോഷിച്ചു വരുന്നുണ്ട്. എന്നാ ബഹുരസം അതല്ല. ഇപ്പോ കന്യമാസത്തിലെ ആയില്യത്തിനേക്കാൾ കേമാവണത് തുലാമാസത്തിലെ ആയില്യാണ്. കാഴ്ചക്കാരും കച്ചവടക്കാരും മറ്റും അധികം വന്നുകൂടുന്നതും നടവരവ് അധികമുണ്ടാകുന്നതും ഈ തുലാമാസത്തിലെ ആയില്യത്തിനാണ്. അത് മഹാഭാഗ്യനിധിയായിരുന്ന ആ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് നിശ്ചയിച്ചതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. ഇവിടെ ഹിന്ദുക്കൾ മാത്രമല്ല, ഇപ്പോഴും രഹസ്യമായും പരസ്യമായും ക്രിസ്ത്യാനികളും മുഹമ്മദീയരും വഴിപാടുകൾക്ക് പണവും അതേപോലെ
കറിക്കോപ്പുകൾ എല്ലാം ഇപ്പോഴും ഇവിടെ എത്തിക്കുക ഒരു പതിവുണ്ട്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ മണ്ണാറശാല മാഹാത്മ്യം തീരില്ല. അത് അനവധി അങ്ങോട്ട് നീണ്ടുപോവും. അതുകൊണ്ട് വിസ്താരഭയം നിമിത്തം ഞാൻ ഈ കഥ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.